ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെയായിരുന്നു സാന്റോസ് തങ്ങളുടെ പരിശീലകനായ പെഡ്രോയെ ഒഫീഷ്യലായിക്കൊണ്ട് പുറത്താക്കിയത്. ബ്രസീലിയൻ ലീഗിൽ 3 മത്സരങ്ങൾ കളിച്ചിട്ട് ഒന്നിൽ പോലും വിജയിക്കാൻ കഴിയാത്തതിൻ്റെ അനന്തരഫലമായി കൊണ്ടാണ് പെഡ്രോയെ അവർ പുറത്താക്കിയത്. ഇനിയിപ്പോൾ ഒരു പുതിയ പരിശീലകനെ അവർക്ക് ആവശ്യമുണ്ട്. ഡൊറിവാൽ ജൂനിയർക്ക് വേണ്ടിയും ടിറ്റേക്ക് വേണ്ടിയും ലൂയിസ് കാസ്ട്രോക്ക് വേണ്ടിയും സാന്റോസ് ശ്രമിച്ചിരുന്നു. എന്നാൽ അത് ഫലം കാണാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 3 പരിശീലകരും സാന്റോസിന്റെ ക്ഷണം നിരസിക്കുകയായിരുന്നു. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അർജന്റീൻ പരിശീലകനായ ജോർഹെ സാമ്പോളി സാന്റോസിന്റെ പരിശീലകനായിക്കൊണ്ട് തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. എത്രയും പെട്ടെന്ന് ഒരു പരിശീലകനെ നിയമിക്കണം എന്നാണ് സാന്റോസിന്റെ പ്രസിഡന്റായ മാഴ്സലോ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജോർഹെ സാമ്പോളിയുമായി ഇപ്പോൾ അവർ ചർച്ചകൾ നടത്തുന്നത്. അതായത് ഇന്ന് ജോർഹെ സാമ്പോളിയും അതുപോലെ തന്നെ സാന്റോസ് അധികൃതരും തമ്മിലൊരു ചർച്ചയുണ്ട്. അതിൽ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജോർഹെ സാമ്പോളി സാന്റോസിന്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ പ്രശസ്തനായ അർജന്റീൻ പരിശീലകനാണ് ജോർഹെ സാമ്പോളി. നമുക്കറിയാം സെവിയയെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അർജന്റീന ദേശീയ ടീമിനെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. സാന്റോസിനെ ഇതിനു മുൻപ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2018-19 സീസണിൽ സാന്റോസിന്റെ പരിശീലകൻ ഇതേ ജോർഹെ സാമ്പോളി തന്നെയായിരുന്നു. പിന്നീട് പല പ്രധാനപ്പെട്ട ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ചു. ബ്രസീലിയൻ ലീഗിലെ ഫ്ലമംഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഫ്രഞ്ച് ക്ലബ്ബായ റന്നസിന്റെ പരിശീലകനായിരുന്നു ഇദ്ദേഹം. ഏതായാലും ജോർഹെ സാമ്പോളി ഇപ്പോൾ നെയ്മറുടെ പരിശീലകനാവാനുള്ള അഥവാ സാന്റോസിന്റെ പരിശീലകനാവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.